വർക്കല പാവനാശത്തേക്ക് ബലിതർപ്പണത്തിനെത്തിയ ഭക്തരാണ് ഈ കാണുന്നത്. വലിയ തിരക്കാണ്. ഇത് മണ്ഡപത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് കാണുന്നത്. ആളുകൾ നല്ല തിരക്കാണ്, നല്ല തിരക്ക്. SN മീഡിയ VJD ചാനലിലൂടെ വർക്കല പാവനാശത്ത് നടക്കുന്ന ബലിതർപ്പണം കാണാം. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വർക്കല പാപനാശത്താണ് നിൽക്കുന്നത്. ബലിതർപ്പണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. കടൽക്ഷോഭം നല്ല രീതിയിലുണ്ട്. എങ്കിലും അതിന്റെ തന്ത്രികളായ അവരോട് വരും തലമുറയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ എല്ലാം പകർന്നു കൊടുക്കണം. അതാണ് ഇനിയുള്ള കാലം. ഓരോ കുട്ടികളും പഠിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അതിനുവേണ്ടി ഇതിന്റെ തന്ത്രികളുടെ അടുത്ത് നമുക്കത് ചോദിക്കാം. രാവിലെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ നമ്മള് കാലത്ത് വന്നായിരുന്നു. ഇത് ഇലയും കാര്യങ്ങളും പൂവൊക്കെ ഇവിടെ വന്നാണ് കട്ട് ചെയ്യുന്നതും ഇലയൊക്കെ കീറുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇന്നലെ രാവിലെ എത്തിയായിരുന്നു. വരും തലമുറയ്ക്ക് വേണ്ടി എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ വലിയ പുതിയ ഇപ്പം അങ്ങോട്ടങ്ങോട്ട് പോകുന്തോറൊപ്പം പുതുയുഗമാണല്ലോ, അല്ലെങ്കിൽ യുവാക്കളുടെ യൂത്തന്മാരുടെ ഒരു ലോകമാണല്ലോ. അപ്പം ഈ ബലിയുടെ പ്രാധാന്യം എന്താണെന്നോ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് അറിയത്തുമില്ല, അവരോട്ട് അറിയാൻ ശ്രമിക്കുന്നുമില്ല. പിന്നെ നമ്മുടെ പൂർവികര്, നമ്മുടെ അച്ഛൻ അമ്മ മുതൽ അവരുടെ 7 തലമുറ പുറകിലോട്ടുള്ള പിതൃക്കൾക്ക് വാവ് എല്ലാ മാസത്തിലും ഉള്ളതാണ്. പക്ഷെ കർക്കിടകത്തിലെ ഈ അമാവാസി വാവിന് പിതൃക്കൾക്ക് ബലിയിടുന്നതിന് വളരെ പ്രാധാന്യം വർഷത്തിലുള്ളതാണ്. ഈ ദിവസം ഈ കർക്കിടക വാവിന് നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അതിന് പുറകിലോട്ടുള്ള 7 തലമുറയിൽപ്പെട്ട നമ്മളെ കുടുംബ പിതൃക്കൾക്കാണ് ഈ അമാവാസി ദിവസം ബലിയിടുന്നത്. അങ്ങനെ ബലിയിട്ട അവർക്ക് ആത്മാവിന് നിത്യശാന്തി കിട്ടുകയും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന് ദൈവികപരമായി ഈ ആത്മാക്കളുടെയും നമുക്ക് മോക്ഷം കിട്ടും എന്നുള്ളതാണ് ഇതിലുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യം. അവിടെ ഭയങ്കര ആയിരാരോഗ്യവർദ്ധനം അമാവാസ്യ
അഞ്ച് ഭാഗമായിട്ട് ഉരുട്ടിയെടുക്കുക. ശിവ ശിവ ശംഭോരഞ്ജായ അന്യബ്രഹ്മണേ നിത്യബ്രഹ്മണേ അയ്യനേരോ മാസേ പക്ഷേ ഉന്നതിലർപ്പണകർമ്മം വർക്കല സ്വാമി ക്ഷേത്രത്തിലെ നിങ്ങളെ ബന്ധുക്കളെല്ലാം മനസ്സുണ്ടാവാ സമർപ്പയാമേ സമർപ്പയാമേ ചതുരാകൃതിയില സമർപ്പിച്ചോളൂ. എല്ലോടത്തെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശ്വര കടാക്ഷം കൊണ്ട് വിഘ്നങ്ങളെല്ലാം മാറ്റി തന്നെ സമർപ്പയാമി. നിങ്ങൾ ഉണ്ടാക്കിയ പീഠത്തിന് മേൽ നിങ്ങളെ പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിച്ചോളൂ. ആദ്യമായി അവർക്ക് പിന്നെ സമർപ്പണം ചെയ്തോളൂ. ഒരു ചോറെടുത്ത് കൈ പിടിച്ചോളൂ. ശാസനം പിതൃപീഠം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അബ്രഹ്മവൃന്ദം ദേവർഷി തീരുമാനവാദം സാക്ഷാൽ ദൈവദർശനം നമ എന്നിട്ട് ആൾക്കാർ നമ്മൾ രണ്ടിനെയും നമ്മൾ